ദുബായിയെ ആക്രമിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചെന്ന വാർത്തകൾ വ്യാജമാണെന്ന് അറിയിച്ചുകൊണ്ട് ദുബായ് മീഡിയ ഓഫീസ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും സുരക്ഷാ ഭീഷണി എന്ന രീതിയിൽ പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾ വ്യാജമാണെന്നും അറിയിക്കുകയുണ്ടായി. ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും നിർദ്ദേശം ലഭ്യമായിട്ടുണ്ട്. മേഖലയിലാകെ സംഘർഷാവസ്ഥയാണെന്ന മട്ടിൽ ചില വിദേശ പത്രങ്ങളിൽ ഉൾപ്പെടെ വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നതിൽ ആശങ്കയും അറിയിക്കുന്നുണ്ട്. സ്ഥിതിഗതികൾ വീക്ഷിക്കുകയാണെന്നും ജനജീവിതം സാധാരണ പോലെ തുടരുമെന്നും UAE വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കിയിരിക്കുകയാണ്. UAE പൗരന്മാരെയോ ഇവിടുത്തെ താമസക്കാരെയോ വിനോദസഞ്ചാരികളെയോ പ്രശ്നങ്ങൾ ബാധിക്കുകയും ചെയ്യില്ല. ചർച്ചകളും രാഷ്ട്രീയ പരിഹാരവും ഉണ്ടായിരിക്കണം. സംഘർഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് ബുദ്ധിപരമെന്നും UAE വിദേശ രാജ്യാന്തര സഹകരണ മന്ത്രി അൻവർ ഗർഗാഷ് ട്വീറ്റ് ചെയ്യുകയുണ്ടായി. സുസ്ഥിരതയിലേക്ക് രാഷ്ട്രീയപാത പിന്തുടരുമെന്നും നിർദ്ദേശിക്കുകയും ചെയ്തു. കുവൈറ്റിലെ മുഴുവൻ US സൈനികരെയും പിൻവലിക്കുമെന്ന് ഔദ്യോഗിക വാർത്താ ഏജൻസിയുടെ ട്വിറ്റർ പേജിൽ വന്ന വാർത്ത തെറ്റാണെന്ന് കുവൈറ്റ് സർക്കാർ വക്താവ് അറിയിക്കുകയുണ്ടായി. ട്വിറ്റർ അക്കൗണ്ട് ഹാക്ക് ചെയ്താണ് വാർത്ത പ്രചരിപ്പിച്ചതെന്ന് വക്താവ് താരിഖ് അൽ മസ്റൂം വ്യക്തമാക്കി. ഹാക്കർമാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും പറഞ്ഞു. വ്യോമപാതകളിൽ ജാഗ്രത വേണമെന്നും GCAA വ്യക്തമാക്കി. മേഖലയിലെ സ്ഥിതിഗതികൾ കണക്കിലെടുത്ത് വ്യോമപാതകളിൽ തടസ്സങ്ങളില്ലെന്ന് ഉറപ്പുവരുത്തണമെന്ന് ദേശീയ വിമാന കമ്പനികൾക്ക് ജനറൽ സിവിൽ വ്യോമയാന അതോറിറ്റി നിർദ്ദേശവും നൽകി. സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും യഥാസമയം നടപടികൾ സ്വീകരിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു. വിവിധ വീടുകളിൽ റീബുക്കിംഗിന് സൗകര്യമൊരുക്കിയതായി എമിറേറ്റ്സ് അറിയിച്ചു. ഇതിനനുസരിച്ച് നിരക്കിലും സമയത്തിലും വ്യത്യാസമുണ്ടാകും. കൂടുതൽ വിവരങ്ങൾക്കായി www.emirate.co എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.